മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. കരുതുന്നവൻ കർത്തനല്ലയോ, കാക്കുന്നവൻ കരുത്തനല്ലയോ. കരുതുന്നവൻ കർത്തനല്ലയോ, കാക്കുന്നവൻ കരുത്തനല്ലയോ. കലങ്ങേണ്ട മനമേ നീ, കർത്തൻ കരങ്ങളിലല്ലയോ നീ. കലങ്ങേണ്ട മനമേ നീ, കർത്തൻ കരങ്ങളിലല്ലയോ നീ. കരുതുന്നവൻ കർത്തനല്ലയോ, കാക്കുന്നവൻ കരുത്തനല്ലയോ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ TG മാത്യു കോന്നി. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ ശ്രമിക്കാം. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. കഴിഞ്ഞ 54 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം 1-2 അധ്യായത്തിൽ നിന്നും 3-ാം അധ്യായം അതിന്റെ 19 വരെയുള്ള വാക്യത്തിൽ നിന്നും അല്പമായി വിചിന്തനം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. പ്രത്യേകിച്ച് 2-3 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 7 സഭകളെ കുറിച്ചുള്ള ദൂത് വളരെ വിശദമായി നാം അത് ചിന്തിക്കുകയുണ്ടായി. ഇന്ന് ഒടുവിലത്തെ സഭയായ ലവോദിക്ക സഭയെക്കുറിച്ച് കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായിട്ട് നാം ചിന്തിച്ചു. എന്നാൽ അതിന്റെ ബാക്കിയായിട്ട് ഇന്ന് ആ 20-ാം വാക്യം വായിച്ച് അതിൽ നിന്നും ചില ആത്മീയ ആലോചനകൾ പങ്കുവെക്കുവാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. പ്രാരംഭമായിട്ട് നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 3-ാം അധ്യായം 20-ാം വാക്യം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ കർത്താവ് ചെയ്യുന്നതായ പ്രവൃത്തിയും അതുപോലെ നമ്മോടുള്ള ബന്ധത്തിൽ നാം ചെയ്യേണ്ടതായ കാര്യങ്ങളും വളരെ വ്യക്തമായി തെളിവായി അവിടെ പ്രസ്താവിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ലവോദിക്ക സഭയെക്കുറിച്ച്, ആ സഭയുടെ ആത്മീക ശോഷണവും അതിന് കാരണമായ അവരുടെ തെറ്റായ പ്രവണതകളും അതിൽ നിന്നും മാനസാന്തരപ്പെട്ട് മടങ്ങി വരേണ്ടതിന്റെ ആവശ്യകതയും അതിനെ അവഗണിച്ചു കളഞ്ഞാൽ കർത്താവ് അവരെ ശിക്ഷിക്കും എന്നുള്ള ഗൗരവതരമായ മുന്നറിയിപ്പും സഭയ്ക്ക് കൊടുക്കുന്നതായിട്ട് നമ്മൾ ഈ വേദഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. മുൻ എപ്പിസോഡുകളിൽ അതിൽ കൂടെ നാം കടന്നു പോവുകയുണ്ടായി. നാം വ്യക്തമായിട്ട് ആ ഭാഗങ്ങൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നാം പലപ്പോഴും ഈ വാക്യം പല നിലകളിൽ ദൈവമക്കൾ അല്ലെ വിശ്വാസികൾ എടുത്തുപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സുവിശേഷകന്മാരോടുള്ള ബന്ധത്തിൽ സുവിശേഷം വ്യക്തിപരമായിട്ട് പറയുമ്പോൾ അതിൻ്റെ ഒടുവിലായിട്ട് അവരെ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ സുവിശേഷം വിശ്വസിക്കണം, കർത്താവ് ഹൃദയവാതിലിന് മുന്നിൽ നിന്നുകൊണ്ട് മുട്ടുകയാണ്. ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് അവിശ്വാസികളോടുള്ള ബന്ധത്തിൽ അവരെ ഓർപ്പിക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. ആ നിലയിൽ നാമും ചെയ്തു വരുന്നവരാണ്. എന്നാൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അത് എന്തെങ്കിലും തെറ്റാണ് എന്ന് പറയുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് അവിടെ നിന്നും നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത് പ്രധാനമായും
ദൈവസഭയ്ക്കുള്ള ദൂതാണ്. ഒരിക്കൽ സഭയുടെ ഉള്ളിൽ നടക്കുന്നവനായ കർത്താവ്, സഭയുടെ നടുവിലായിരുന്ന കർത്താവ് ഇപ്പോൾ സഭയുടെ പുറത്താണ്. സഭയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം സഭയുടെ പുറത്തു നിന്ന് താൻ മുട്ടുന്നതായിട്ടാണ് ഈ വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്രിസ്തു എങ്ങനെ സഭയ്ക്ക് പുറത്തായി? ഇവിടെ കർത്താവായ യേശു ക്രിസ്തു സഭയ്ക്ക് പുറത്തുനിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നാം അവിടെ വായിക്കുന്നത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. അവിടെ നമുക്ക് വ്യക്തിപരമായിട്ട് കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. ദൈവസഭയോടാണ് ഇത് സംസാരിക്കുന്നത്. അപ്പോൾ വ്യക്തിപരമായിട്ട് നമുക്ക് അതിനൊരു ഉത്തരവാദിത്തമുണ്ട്. നാം അത് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതാണ് കർത്താവിവിടെ ഓർപ്പിക്കുന്നത്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന്. അവിടെ അതാണ് നമ്മെ ചിന്തിപ്പിക്കേണ്ട കാര്യം. നമ്മോട് ഓരോരുത്തരോടുമുള്ള കർത്താവിന്റെ ദൂതാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ക്രിസ്തു എങ്ങനെ സഭയ്ക്ക് പുറത്തായി? നമ്മുടെ കർത്താവ് ഒരിക്കൽ സഭയ്ക്കുള്ളിൽ ആയിരുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. അത് തീർച്ച തന്നെയാണ്. അവർ അല്ലെങ്കിൽ വിശ്വാസികൾ അവനെ അറിഞ്ഞുകൊണ്ട് പുറത്താക്കിയെന്ന് നമുക്ക് ആ ഭാഗത്തു നിന്നും കാണുന്നില്ല. അവൻ അകത്തുണ്ടെന്ന ധാരണയിൽ തന്നെ അവർ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം. അതിനാൽ അവരുടെ ശുശ്രൂഷകൾക്ക് ഒരു മാറ്റവും വരുന്നില്ല, ഒരു തടസ്സവും വരുന്നില്ല. അവിടെ പഴയപടി പാട്ടും പ്രാർത്ഥനയും കർമാദികളും നടത്തിപ്പോരുകയാണ്. നമ്മൾ ആ 17-ാം വാക്യം മുമ്പ് ചിന്തിച്ചതാണ് എങ്കിലും ആ വാക്യം ഒന്നുകൂടെ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്നെത്താൻ പ്രശംസിക്കുകയാണ്. എന്നാൽ കർത്താവ് അവന്റെ ഉള്ള അവസ്ഥ അവിടെ വെളിപ്പെടുത്തുന്നു. എന്താ കർത്താവ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്? നീ നിർഭാഗ്യൻ, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ. ഇതാണ് അവന്റെ ഉള്ള അവസ്ഥ. എന്നാൽ അവന്റെ ഉള്ള അവസ്ഥ അവൻ മനസ്സിലാക്കാതെ അവൻ പറയുകയാണ്, ഞാൻ സമ്പന്നനാണ്, എനിക്കൊന്നിനും മുട്ടില്ല, ഞാൻ ധനവാനാണ് എന്നൊക്കെ പറഞ്ഞ് തന്നെത്താൻ പ്രശംസിക്കുന്നതായിട്ട് നമുക്ക് ആ ഭാഗത്തു നിന്നും കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവന്റെ ഉള്ള അവസ്ഥ അവൻ അറിയുന്നില്ല. ഇങ്ങനെ അവരുടെ പ്രവർത്തികൾ കൊണ്ട് അവർ കർത്താവിനെ പുറത്താക്കിയിരിക്കുകയാണ്. കർത്താവ് സഭയ്ക്കുള്ളിൽ ഇല്ല എന്നുള്ളത് അവർ തിരിച്ചറിയുന്നില്ല. മുമ്പ് ചെയ്തു വന്നതുപോലെ അവർ ഇപ്പോഴും ചെയ്തു പോരുകയാണ്. ശുശ്രൂഷകൾക്ക് ഒരു പഞ്ഞവുമില്ല, ഒരു കുറവുമില്ല, എല്ലാം അവർ നടത്തിപ്പോരുന്നു. മുമ്പ് ഞാൻ ഓർപ്പിച്ചതുപോലെ പഴയപടി അവർക്ക് പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാ കർമാദികളും അവർ ചെയ്തു പോരുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം അവർ വിട്ടുപോയി. അവർ കൂടി വരുന്ന സഭയ്ക്കുള്ളിൽ ക്രിസ്തു ഇല്ല എന്നുള്ളത്. എന്താണ് അതിന് കാരണം? അവിടെ തന്നെ നമുക്കത് മനസ്സിലാക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട്. ലോകമയത്വം സഭയ്ക്കുള്ളിലേക്ക് വന്നു ചേർന്നു. ക്രിസ്തു അങ്ങനെ പുറത്തായി. അപ്പോൾ ലോകമയത്വം സഭയിൽ ചേർന്ന് വന്നപ്പോൾ, അല്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ കടന്നു വന്നപ്പോൾ
നമ്മുടെ ആത്മമണവാളനായ സഭാകാന്തനായ കർത്താവിന് അവിടെ നിൽക്കാൻ കഴിയില്ല. അവൻ സഭയ്ക്ക് പുറത്തായി. ഇന്നും നാം ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നും ഇതല്ലേ നടക്കുന്നത്? നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഉള്ള അവസ്ഥ നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലപ്പോഴും നാം ഇത് മനസ്സിലാക്കാതെ പോവുകയാണ്. ഇന്ന് നമ്മോടുള്ള ബന്ധത്തിൽ, അന്ന് ലവോദിക്ക സഭയോടുള്ള ബന്ധത്തിലും ആ ദൈവവചനത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ലവോദിക്ക കാലയളവ് കാണിക്കുന്നത് ഇന്നുള്ള സഭകളെ ആണ് എന്നുള്ളത് നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം നാം കേൾക്കേണ്ടത് ആവശ്യമാണ്. നാം അതിന് വില കൊടുക്കണം. നമ്മുടെ ലോകമയത്വം നാം അവസാനിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നമുക്ക് ആ ഒരു വാക്യത്തിന്റെ ചില കാര്യങ്ങൾ മാത്രമേ ചിന്തിപ്പാൻ കഴിഞ്ഞുള്ളൂ. തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രതികൂലങ്ങൾ പർവ്വതങ്ങൾ പോൽ മുന്നിൽ വന്നാലും നീ ഭയപ്പെടേണ്ട. പ്രതികൂലങ്ങൾ പർവ്വതങ്ങൾ പോൽ മുന്നിൽ വന്നാലും നീ ഭയപ്പെടേണ്ട. കർത്തനേശു കൂടെയുണ്ടല്ലോ, ജയവീരനായി നടത്താൻ. കർത്തനേശു കൂടെയുണ്ടല്ലോ, ജയവീരനായി നടത്താൻ. കരുതുന്നവൻ കർത്തനല്ലയോ, കാക്കുന്നവൻ കരുത്തനല്ലയോ. കരുതുന്നവൻ കർത്തനല്ലയോ, കാക്കുന്നവൻ കരുത്തനല്ലയോ.